മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പൈസ കൂടുന്തോറും തുണിയുടെ അളവ് കുറയും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലൊരു പോക്കേ. ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടും എന്നാണെങ്കിൽ ഇവിടെ പൈസ കൂടും തോറും തുണിയുടെ അളവ് കുറയും. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേണുസുതിയെ പറ്റിയിട്ട് പറഞ്ഞാൽ ഇവിടെ മൊത്തം ആളുകൾ പൊട്ടി ഒലിച്ച് നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പഴുത്തൊലിച്ച് പൊട്ടി ഒലിക്കും. അപ്പൊ തന്നെ അങ്ങനെ കുരു പൊട്ടി ഒലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ച് ബീറ്റാഡിനും പഞ്ഞിയും കയ്യിൽ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്ക് വിട്ടേക്കൂ. എന്റെ ചാനലിലേക്ക് കയറാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ അലമ്പാണെങ്കിൽ അതിനപ്പുറം അലമ്പാണ് ഞാൻ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. സ്ത്രീകളാണ് അബോഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവും എന്നേ പറഞ്ഞു. അല്ലാതെ അബോഷൻ ആക്കുന്ന അത് ഞാൻ കുട്ടിയെ അടുത്ത് പറയാം. അതേ രീതിയിൽ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും ആ രീതിയിലാണ് എടുത്തത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മുതലാളി മറന്നുപോയതാ. നീ പറയും. അബോർഷൻ കേസാണ്. വരട്ടെ, പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും. എന്തെങ്കിലും ഇവർക്കൊക്കെ എന്താ ഈ പറയുന്നവർക്കാർക്കെങ്കിലും എന്താ പ്രശ്നം? ഈ പറയുന്നവനൊക്കെയാണ് ഉത്തരവാദികൾ. അല്ലല്ലോ പോവാൻ പറ. അത്രേ ഉള്ള രേണുസുതി, മനസ്സിലായോ? ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. കള്ളത്തരം പറയുന്ന രണാസുന ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ പച്ച കള്ളം പറയുന്ന ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. വീണ്ടും മീഡിയക്കാർ വന്ന് അതും ഇതുമൊക്കെ ചോദിക്കുമ്പോ വായി തോന്നുന്നത് പറയുമ്പോ ഓർക്കണായിരുന്നു. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നേന്നുള്ളത്. ഇടയ്ക്ക് എങ്ങനെയാ ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ വീട്ടിൽ കസാര ഇട്ടിരിക്കുക. ഇവരെല്ലാം വന്ന് ഈ പറയുന്നവരെല്ലാം എന്റെ മുമ്പിൽ വന്നിട്ട് പറയും. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. വലിയ തമാശക്കാരനാണല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പഴക്കം വെച്ചു. തീർച്ചയായിട്ടും കിട്ടും. ഒരു ദിവസമെങ്കിലും ഞാൻ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഷൂട്ട് മുടക്കി. ഇതിങ്ങനെ എന്നിട്ട് അവര് പറയട്ടെ, ഈ ക്യാമറയുടെ മുന്നിൽ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ, വെല്ലുവിളിക്കുക. ഈ അപസ്മാരം പോലത്തെ രോഗമെന്നാ ഡോക്ടർമാര് പറയണത്. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. എനിക്ക് നെഗറ്റീവ് പറയുന്ന എല്ലാ ബ്ലോഗേഴ്സിനെയും, എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. എല്ലാവരും എന്റെ വീട്ടിൽ ഞാൻ ഉള്ളപ്പോൾ തന്നെ വരട്ടെ, കാസാരയിട്ട് വരാം. അവരിന്ന് തന്നെ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് മതിയാകാതെ വരും. കാരണം നെഗറ്റീവ് പറയുന്നവരെയും കമന്റ് ഇടുന്നവരെയൊക്കെ നിങ്ങൾ സ്വാഗതം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഏരിയ പോലും മതിയാകാതെ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. കാരണം നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ കൂടെ നിങ്ങളുടെ ഇമാതിരി ചില പ്രഹസനങ്ങളും ചില അഹങ്കാര വർത്താനങ്ങളും കൊണ്ട് നിങ്ങളായിട്ട് തന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഇതിലും അന്തസ്സായിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല രേണുസുതി. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളായിരിക്കാം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു ധീര വനിത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. നിങ്ങളിപ്പോ അറിയപ്പെടുന്ന എന്തുവാ? ആ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ഭാര്യ ആയതുകൊണ്ട് 4 ആൾ അറിയപ്പെട്ടു. ഇന്നിപ്പോ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. പക്ഷെ അഹങ്കരിക്കരുത്. കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ഇന്ന് പറയണതല്ല ഇവര് നാളെ പറയണത്, നാളെ പറയുന്നതല്ല ഇവര് മറ്റന്നാൾ പറയുന്നത്. മൊത്തത്തിൽ ഉടായ്പെന്ന് വെച്ചാൽ വമ്പൻ ഉടായ്പ തന്നെയാണ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നീ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? എനിക്ക് പ്രതികരിക്കാൻ സൗകര്യം ഇല്ലെന്നേ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ആ അബോർഷൻ കഥ ഫുള്ള് ഇപ്പൊ മീഡിയക്കാരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു. എന്താ ഇതിനൊക്കെ പറയേണ്ട? ഒരു സ്ഥിരത ഇല്ലാന്നാ തോന്നുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. കഷ്ടം. അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?